ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എപ്പോഴും ടൈംലെസ് ആണ് കേട്ടോ. അതുപോലെ ജെൻഡർലെസ് ആണ്. ഏത് ജെൻഡറിലാണെങ്കിലും ഇപ്പോൾ അവൻ അവൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു മെജോറിറ്റി കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് എടുക്കുന്നത്, അതിൻ്റെ റീസൺ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പേ ചെയ്തിട്ട് ഒരു 1 ഡേ ബുക്ക് തലേ ദിവസം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാലാണ് നമുക്ക് റീഡിങ്സിന് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 24 hours ശേഷമായിരിക്കും റീഡിങ്സ് കിട്ടുക. കാരണം ഒന്ന്, എനിക്ക് ക്ലാസ്സസ് എടുക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് റീഡിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് എടുക്കുന്നുള്ള എനർജി കുറച്ച് ഇതായത് കൊണ്ട്, കാരണം 6 പ്ലാനറ്റ്സ് റിട്രോഗ്രേഡ്സ്, അപ്പോൾ ഇതൊക്കെ ബാധിച്ചിട്ടുള്ളവരായിരിക്കും. ടാരോ എടുക്കാൻ വരുന്ന ആൾക്കാർ ഒരിക്കലും ഹാപ്പി മൂഡിലായിരിക്കില്ല, എന്തെങ്കിലും ഒരു സങ്കടത്തിലോ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ കൈൻഡ്ലി മനസ്സിലാക്കുക കേട്ടോ. ടാരോയുടെ ബാക്കിൽ കുറേ അതിൻ്റേതായിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. അതൊന്നും അറിയാതെ ആയിരിക്കും ചിലവർ വന്നിട്ട് ഇപ്പോൾ തന്നെ റീഡ് ചെയ്യും, ഞാൻ പൈസ പേ ചെയ്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇപ്പോൾ പറ്റില്ല, ഞാനാണെങ്കിൽ തിരിച്ചയക്കുക എന്നുള്ള സിറ്റുവേഷൻസും വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് റീഡ് ചെയ്യാമെന്നല്ല, നിങ്ങൾക്ക് വിസ്റ്റം അറിവ് അങ്ങനെ സത്യം പറഞ്ഞു തരിക, ക്ലാരിറ്റി തരിക എന്നാണ് എൻ്റെ ഒരു ഡ്യൂട്ടി. അപ്പോൾ അതിനുള്ള താല്പര്യം ക്ഷമയില്ലാത്തവർക്ക് വേണ്ട, അത് കിട്ടിയാലും അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യില്ല. അത്രയും ഡിവൈനായിട്ടുള്ള ഇൻഫോർമേഷൻസാണ്. ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിവൈൻ എനർജിയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് എടുക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്, കളക്റ്റീവായിട്ടാണ് നോക്കുന്നത്. മേ ബി ഈ വീഡിയോ 1-2 പേര് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇനി ഫ്യൂച്ചറിലും കാണുന്നുണ്ടെങ്കിലും ഇത് ടൈംലെസ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ റെസൊനേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പെയ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, സബ് കോൺഷ്യസ്, മണി, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീലിങ്സോ അല്ലെങ്കിൽ റീഡിങ്സോ എടുക്കുക കേട്ടോ. ചിലർ വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളോട് എനർജി എക്സ്ചേഞ്ച് വെക്കാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് അതിൻ്റെ കാര്യമുള്ളത് കൊണ്ടാണ് വെക്കുന്നത്. പിന്നെ ആർക്കും ഒരാളെ ഹെൽപ്പ് ചെയ്യാതെ നമ്മൾ വിസ്ഡംസ് അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കൊടുക്കുക എന്നാണ് എനിക്ക് സാധിക്കുന്നത്. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം വരാതെ എൻ്റെ അടുത്ത് ഒന്ന് റീഡ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സൂപ്പറാവുന്നല്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരും. അത് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത്. അതുപോലെ ആകാശ റെക്കോർഡ്സൊക്കെ റീഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അറിയണം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ള ഇഷ്യൂ ഇപ്പോഴും നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് കട്ട് ചെയ്യാം. പാസ്റ്റ് ലൈഫ് കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെഷനായിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്മൾ നെക്സ്റ്റ് ബാച്ച് വെക്കുന്നുണ്ട്. April 10th തേഴ്സ്ഡേ. അപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. 4 ലെവൽസാണ്. ഫസ്റ്റ് ലെവലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും ഞാൻ ആദ്യം പറയുന്നത് വീഡിയോയുടെ എൻ്റെ ആകുമ്പോഴേക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഷഫിൾ ചെയ്യാണ്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, നിങ്ങളുടെ പേഴ്സൺ, കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻസ് വളരെ ലെസ്സാണ്. സോ എന്താണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദം, അല്ലെങ്കിൽ ഇൻ ദ ലൈഫ്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. 5 of Cups ആണ്. ബ്രേക്കപ്പ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന കാർമിക് പേഴ്സണുമായിട്ട് വളരെയധികം ഫൈറ്റൊക്കെ ആയിട്ട് അത്രയും അൺഹാപ്പി ആയിട്ട് കരഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളെ പേഴ്സണെയാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. അവർക്ക് സെൽഫ് ലവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ കാർമിക് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 കപ്പ് ചൂസ് ചെയ്യുന്ന അവർ ചൂസ് ചെയ്യുകയാണ്. ഒന്ന് നിങ്ങളും ഒന്ന് അവരും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യം മാറും. പക്ഷെ അവർ ആ ഭാഗത്തേക്ക് നോക്കാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർ ആ ഇൻ ടു ദ എനർജി എന്താണോ അവർ ബാധിക്കുന്നത് അതിൽ ഡീപ്പറായിട്ട് നിന്ന് അതിലിങ്ങനെ പെട്ടുപോയല്ലോ ചിന്തിക്കുകയാണ്. അവർ നെഗറ്റീവ് അടിക്കുന്ന അവസ്ഥയാണ്. നെക്സ്റ്റ് കാർഡ് ചലഞ്ചസ്. അവർ അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ട ചലഞ്ചസിനെയാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, ചലഞ്ചസിനെയാണ് പറയുന്നത് കേട്ടോ. അടുത്ത കാർഡ് പറയുന്നത് യെസ്, എല്ലാം വളരെ അൺഹാപ്പി ആയിട്ടുള്ള കാർഡാണ്. 8 നോക്കൂ, 5, 7, 8 കാർഡ്സ് ഫുൾ എടുക്കട്ടെ, എന്നിട്ട് റീഡ് ചെയ്യാം. ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനും, അല്ലെങ്കിൽ അവരുടെ ലൈഫിലും ജോലി, കരിയറൊക്കെ അവർക്ക് നല്ല രീതിയിൽ ലാഗായിട്ടും അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. യെസ്, സ്റ്റാർ കാർഡാണ് കാണിച്ചിട്ടുള്ളത്. 8 of Cups വന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ഉള്ളിലത്തെ വൂൺസ് അവർ
ഒന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ആക്സെപ്റ്റൻസാണ് ഫസ്റ്റ് കാര്യം. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാനൊരു ചെറിയൊരു ഈഗോ ക്ലാഷാണ്. യെസ്, പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് മെയിനായിട്ട് 5 ഓഫ് കപ്സ് വന്നത്? സ്റ്റാർ അവേക്കണിങ്. അവർ അവേക്കണിങ് നടക്കണമെങ്കിൽ അവർക്കൊരു വിഷമം കൊടുക്കണമല്ലേ, അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസ്, അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എൻജോയ് ചെയ്ത് പോകുമ്പോൾ അവർ നിങ്ങളെ കോപ്പി ചെയ്യുന്നുണ്ട്. സത്യമാണ് കേട്ടോ. റിയൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സൊക്കെ ആണെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇടയ്ക്കൊന്ന് സ്റ്റോക്ക് ചെയ്ത് പോയി നോക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ നോക്കും, നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആയിട്ട് ഇന്നേച്ചാലൊക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മാത്രം ചലഞ്ചസ് ആണെന്ന് അവരിങ്ങനെ സ്വയം ഇങ്ങനെ അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് പറയുന്ന 8 ഓഫ് കപ്സ്, താഴെ പേജ് ഓഫ് പെൻഡക്കിൾസ്. മേ ബി അവരുടെ ഫിനാൻഷ്യൽ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ബിസിനസ് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള പേജ് ഓഫ് പെൻഡക്കിൾസ് എന്തൊക്കെ പുതിയതായിട്ട് ഒരു കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് അവർ. പക്ഷെ അതിലേക്കാണ് എത്തുന്നില്ല, കാരണം അവർക്കതൊക്കെ നഷ്ടം. 8 ഓഫ് കപ്സ്, അവർ എത്ര അത് നോക്കിയാലും 8 കപ്പ് ഉപേക്ഷിച്ച് 2 കപ്പ് തേടി പോകുന്ന പേഴ്സൺ സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ പീസിന് എവിടെയാണ് സമാധാനം, അവിടേക്ക് അവർ ഈ അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അവരുടെ പെയിൻ, പക്ഷേ അവർ എത്ര അഡിക്ഷനിൽ പോയാലും അവർക്ക് അവരാഗ്രഹിച്ച ഒരു ലൈഫ് കിട്ടാതെ ഒരു വെറി പിടിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം സണ്ണിൻ്റെ ഉള്ളിലാണ് മൂൺ കാണിക്കുന്നത്. 8 കർമ്മ റിലീസിങ്, അല്ലെങ്കിൽ ആരെയായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവരുടെ നല്ല രീതിയിൽ കർമ്മ അക്കൗണ്ട് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് നോക്കൂ, 9 ഓഫ് സോഡ്സ് ആണ്. വളരെ വിഷമത്തിലാണ് അവർ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ മെയിലായിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം, എനർജി എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് 5, 7, 8, 9 റിപ്പീറ്റഡായിട്ട് കാണുന്നുണ്ട്. 9ൻ്റെ അർത്ഥം ഒരു കംപ്ലീഷൻ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സൈക്കിളിലേക്ക് പോകണം. പക്ഷെ അവർ സ്റ്റക്കായി നിൽക്കണം, അവർ ഈ എനർജി കടന്നു പോകുന്നില്ല. ഞാൻ പെട്ടു, എൻ്റെ ലൈഫിൽ ഇതൊക്കെ തന്നെയുള്ളൂ, ഇങ്ങനെ തട്ടിമുട്ടി പോകാനൊക്കെ ചിന്തിക്കുകയാണ്. പക്ഷേ അവർക്ക് ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ യൂണിവേഴ്സ് ക്ലാരിറ്റിക്ക് ആയിട്ട് അവേക്കണിങ് എനർജി അല്ലെങ്കിൽ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പല രീതിയിൽ സ്പിരിച്വൽ ആയിട്ടുള്ള അഡ്വൈസസ്, സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ആരെങ്കിലും സ്പിരിച്വലി ആയിട്ടുള്ള ആളുകളൊക്കെ അവർ ലൈഫിലേക്ക് ഉന്തി തള്ളി വിടുന്നുണ്ട് അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, യെസ്, അവരെനിക്ക് തോന്നുന്നു ലോ ഓഫ് അട്രാക്ഷനൊക്കെ ചെറുതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരെ ജോലി കേസിലൊക്കെ ചെറുതായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അവരോട് മജീഷ്യൻ എനർജിയാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. മജീഷ്യൻ എല്ലാ പവറും ഉണ്ട്. ഒന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ഒരു യൂണിവേഴ്സിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. ദൈവം എന്നോട് ഇങ്ങനെ കാട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ദേഷ്യത്തിൽ ഒരു റിവെഞ്ചിൽ നിൽക്കുകയാണ്. ശരിക്കും അവർ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കേ വേണ്ടോ. അപ്പോൾ അത് അവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ആ തോട്ടൊന്നും എങ്ങനെയും പോകും. മജീഷ്യൻ അവർക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ, സ്ട്രെങ്ത്, വിൽനെസ് ഒക്കെ ഉണ്ട്. അതാണ് പറയുന്നത്. 9 ഓഫ് വാൻസ് ആണ് നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നത്. 9 ഓഫ് വാൻസ് എന്ന് പറയുന്നത് അത്രയും അവരുടെ റൂട്ട് ചക്രയിൽ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് കാണുന്ന ആളുകൾ നിങ്ങളുടെ പേഴ്സണൽ നല്ല രീതിയിൽ കുട്ടിക്കാലത്ത് തൊട്ടിട്ടേ റിജക്ഷൻസ്, കരച്ചിൽ വരുമ്പോൾ കരയരുത്, സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കണം. ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവരങ്ങനെ വളർന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. അവർ ഹെൽത്ത് കണ്ടീഷനിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ പിടിച്ച് വെച്ച് ഒരു എന്താ പറയുക, ഡാം പൊട്ടുന്ന പോലെ ഒരിക്കൽ പൊട്ടും. അങ്ങനെയാണ് നമ്മൾ അധികം ഓവറായിട്ട് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൊട്ടിത്തെറിക്കുക. ആ പൊട്ടിത്തെറിക്കുന്നതിൽ ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടാം, പലതും സംഭവിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കകത്ത് എനർജീസ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്പോൾ സറണ്ടർ ചെയ്യുക. ഒരു ലെറ്റർ എടുത്തിട്ട് നമ്മുടെ വിഷമമൊക്കെ എഴുതുക. ഒരു ഫ്രണ്ട്സിനെയോ ഒരാളെയും വിളിച്ച് ഷെയർ ചെയ്യേണ്ട. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വേദന അവർക്ക് ഷെയർ ചെയ്യുക, അവരും വിഷമാവും. നമ്മൾ ഒരു വിഷമത്തിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഹാപ്പി ആവുകയാണ് ചെയ്യുക. അല്ല എല്ലാവരും മുഖമൊക്കെ മാറി, ഓ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അപ്പോൾ ബെറ്റർ എന്ത് ചെയ്യുക, ഒരു ലെറ്റർ എടുത്ത് യൂണിവേഴ്സിലേക്ക് കത്തെഴുതി കത്തിച്ച് കളയുക. നമ്മുടെ എനർജി കംപ്ലീറ്റ് യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. നമ്മളെ ഭാരം ഇറക്കി വയ്ക്കുക. ഇന്നൊക്കെ കോട്ട് പറഞ്ഞ പോലെ ഉദ്യാനത്തിലെ സുഗന്ധ പുഷ്പമാവുക. ഈശ്വരീയ ഉദ്യാനത്തിൽ, ദൈവത്തിൻ്റെ ഉദ്യാനം ഇതൊക്കെ ശരിക്കും ഗാർഡനായിട്ട് എടുക്കാം. അതിൽ നമ്മളൊരു സുഗന്ധമായിട്ടുള്ള നല്ല സുഗന്ധം ഉദ്ദേശിക്കുന്ന നല്ല എനർജി സ്പ്രെഡ് ചെയ്യുന്നൊരു ഫ്ലവറായി മാറണം നമ്മൾ ഓരോരുത്തരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് അത്രയും ചലഞ്ചസും കർമ്മ ട്രിഗേഴ്സും കാർമിക് ഫൈറ്റ്സും കാർമിക് ഫാമിലി ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം,
ഫ്രണ്ട്സ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ പാർട്ട്ണർ, വൈഫ്, ഹസ്ബൻഡും ഒക്കെ ആയിരിക്കും. അവരുമായിട്ടൊക്കെ നല്ല ചകടയാണ് നടക്കുന്നത്. അതിലൊക്കെ അവർക്ക് വളരെ ഉറക്കമില്ല, എന്തൊക്കെ ചെയ്ത് കൂട്ടിയത് അവരെ തന്നെ അനലൈസ് ചെയ്യുക, റിഗ്രറ്റ് ചെയ്യുക, ഗിൽറ്റ് ഒക്കെ അടിക്കുകയാണ് അവർ. വിക്ടിമൈസേഷൻ ഒക്കെ പോലെ. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. മേ ബി അവർ ആ ഒരു പെയിൻ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ചില്ല് ചെയ്യുന്നുണ്ടായിരിക്കാം. അവർക്ക് ആ ഒരു പെയിനിൽ നിന്ന് കടക്കാൻ വേണ്ടി പല മാർഗവും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റ് അവർ ഈ സ്പിരിച്വൽ പാതയിലേക്ക് തന്നെ എത്തും. കാരണം വേറെ ഒന്നും ശാശ്വതമല്ല, എല്ലാം ടെമ്പററി ആണ്. പെർമനൻ്റ് ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ സ്പിരിച്വൽ വിസ്ഡംസ് ആണ് എപ്പോഴും നമ്മളെ നയിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് കാർഡ് കാണിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് അവർ മരിക്കുമെന്നല്ല, അവരുടെ ആ പഴയ സ്വഭാവം അവർ കളയണം, എന്നാൽ മാത്രമാണ് അവർക്കൊരു പുതിയ അവരിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഡെത്താണ്, ട്രാൻസ്ഫോർമേഷൻസ് ആണ്, ട്രാൻസിഷൻസ് ആണ്, ഒരുപാട് മാറ്റം, ഒരുപാട് ചേഞ്ച്, അല്ലെങ്കിൽ പവർ, അല്ലെങ്കിൽ നല്ലൊരു വെളിച്ചം ഒരു ലൈഫിലേക്ക് വരുന്ന ഒരു പ്രത്യേകതരം മാറ്റമാണ്. പക്ഷെ ഇപ്പോൾ ഡാർക്കിനായിട്ടുള്ള സോളൊക്കെ ആത്മാവിൻ്റെ ഇരുണ്ട യാത്ര, അതിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഒരുപാട് പാഠങ്ങളും ലെസൺസും എല്ലാം പഠിക്കും. പിന്നെ അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുമ്പോൾ പിന്നെ അവരെ ആർക്കും തോൽപ്പിക്കാനോ ആർക്കും വേദനിപ്പിക്കാനോ ഒരു ട്രിഗേഴ്സ് പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ അവരെത്തും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ തരുന്നില്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ഓഫ് ദ സ്റ്റോറി ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. സ്റ്റാർ കാർഡ് എന്താ പറയുക, എവേക്കനിങ് നടക്കുന്നുണ്ട് അവർക്ക്. ഇത് കാണുന്ന വീഡിയോ ഉള്ളവർ ഓരോരുത്തരും ഓരോ സ്റ്റേജൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഏത് സ്റ്റേജാണോ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുക. നിങ്ങൾ എത്ര ഇന്നോവോക്ക് ചെയ്ത് ടാരോ റീഡിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ ഗൈഡൻസസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആരും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്കുള്ള വീഡിയോ തിരിച്ച് എനിക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തു. കാരണം ഞാൻ ഈ സോൾ പർപ്പസാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് പറയുകയാണ് സ്റ്റോപ്പ് ചെയ്യാൻ ഓക്കെ ഫൈൻ, എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിൽ വന്നു, ഒരു ഇഷ്യൂ ഇല്ല, സോറി എന്നൊക്കെ പറഞ്ഞ് മെയിൽ വന്നു നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും. അപ്പീൽ ഗ്രാൻഡഡ് ആയപ്പോൾ ആര് നെഗറ്റീവായിട്ട് എനർജി സെൻഡ് ചെയ്യാൻ നോക്കിയാലും തിരിച്ച് എനർജി നിങ്ങളിലേക്കാണ് വരുന്നത് എന്ന് വിചാരിക്കുക കേട്ടോ. അതിവിടെ മാത്രമല്ല, എന്തൊരു സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നെഗറ്റീവായി ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി പൈശാചിക് എനർജി ഉള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഹീൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലൈഫ് എന്തായാലും ലഭിക്കില്ല. ഇനി വരുന്ന ഫ്യൂച്ചർ ലൈഫ്സ് ഫുള്ളും ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും, സമാധാനമൊന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അതറിയാത്തവരായിരിക്കും. കർമ്മേനെ കുറിച്ച് അറിഞ്ഞവർ ഒരിക്കൽ പോലും ഒരാളെ പോലും നോട്ടം കൊണ്ട് വേദനിപ്പിക്കില്ല. കാരണം അത്രയും നോട്ട് ഡൗൺ ആവും. നമ്മുടെ ഓരോ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ആകാശ റെക്കോർഡ്സ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും, ഒക്കെ പോസ്റ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ റെക്കോർഡഡ് ആവും. അപ്പോൾ അതൊന്നും നിങ്ങൾ പിന്നെ അതൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ പിന്നെ ഒരു ലൈഫ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ കഴിഞ്ഞ ലൈഫ് ടൈമിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ലെൻസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പെയ്ഡ് സെഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോഡ് കട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാം. അതുപോലെ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഡോക്ടേഴ്സ് ഫീൽ ലെവൽ 11 ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് കേട്ടോ. അവിടെ ഇടയ്ക്ക് ലൈവ് വരാറുണ്ട്. അതുപോലെ അവിടെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്ക് ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ സ്റ്റോറി ആയിട്ടൊക്കെ ഇടാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.